യുകെയിലുള്ള നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഇതുപോലൊരു ഫോട്ടോ ആൽബം ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ ഒരു ആൽബമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ എന്ത് രസമായിരിക്കും അല്ലേ. നിങ്ങളുടെ ഹൗസ് വാമിംഗ് ആകട്ടെ, ബാപ്റ്റിസം ആകട്ടെ, അല്ലെങ്കിൽ മാരേജ്, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിൻ്റെയൊക്കെ ഫോട്ടോസ് നമുക്കൊരു മെമ്മറി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എടുത്തു വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലേ. നമ്മുടെ കുറേ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഇതുപോലെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുവാണെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ അവർക്കും കാണാൻ നല്ല രസമായിരിക്കും. നമ്മുടെ മെമ്മറീസ് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, അത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുമോ, വൺസ് ഫോണിലൊക്കെ സ്റ്റോറേജൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയില്ലേ. അങ്ങനെയൊന്നും പോകുന്നുള്ള പേടി വേണ്ട. ഫസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വലിയ ആൽബവും സെക്കൻഡ് മന്തിൽ എൻ്റെ കയ്യിലിരിക്കുന്ന പോലത്തെ ചെറിയ ആൽബവും ചെയ്തെടുക്കാൻ പറ്റും. ചെറുതല്ല, നിങ്ങൾക്ക് വലുത് വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ വലുതിന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. ചെറുതിനാകുമ്പോഴത്തേക്കും നിങ്ങൾ വെറും ഷിപ്പിംഗ് ഫീസ് മാത്രം അടച്ചാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് മന്തിൽ ഇതുപോലത്തെ വലിയ ആൽബം തികച്ചും ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഈ ആൽബത്തിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ അറിയാം. നമ്മുടെ നാട്ടിൽ വെഡ്ഡിങ്ങിനൊക്കെ കിട്ടുന്ന മിനി ആൽബത്തിൻ്റെ സെയിം രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഫോട്ടോസും ടൈറ്റിലും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കവർ പേജ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ബാക്കും ഫ്രണ്ടും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കവർ പേജിൽ എത്ര ഫോട്ടോസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള കുറേ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഒരു എഡിറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ കവർ പേജ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ചില കവർ പേജിന് മാത്രം ഫോയിലിൻ്റെ പേയ്മെൻറ്റ് വരും. പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ലിങ്ക് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. എൻ്റെ ഡീറ്റെയിൽഡ് എഡിറ്റിംഗ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് എൻ്റെ ബയോയിലുണ്ട്, ചെക്ക് ചെയ്യുക. താങ്ക്